വിശുദ്ധ യൗസേപ്പ് പിതാവ്. പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ അനേകം അധരങ്ങളിൽ തെളിയുന്ന വിശുദ്ധ നാമം. യൗസേപ്പ് പിതാവിൻ്റെ രൂപമില്ലാത്ത ഒരു കത്തോലിക്ക കുടുംബം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ തലവനാണ്. തിരുക്കുടുംബത്തെ ദൈവഹിതത്തിൻ്റെ പാതയിൽ നയിക്കാൻ നേതൃത്വം വഹിച്ച ആ പിതാവിൻ്റെ സംരക്ഷണ ഓരോ കത്തോലിക്ക കുടുംബത്തിനും ആവശ്യമാണ്. യൗസേപ്പ് പിതാവ് കുടുംബങ്ങൾക്ക് മധ്യസ്ഥനാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവഹിതത്തിന് ആമേൻ പറയുവാൻ പരിപൂർണ പിന്തുണ നൽകി കൂടെ നിന്നവനാണവൻ. ഏറെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന, കല്ലെറിയപ്പെടാമായിരുന്ന ആ സാഹചര്യത്തിൽ ദൈവഹിതം പൂർത്തിയാക്കുവാൻ പരിശുദ്ധ അമ്മയെ തുണച്ചത് യൗസേപ്പ് പിതാവിൻ്റെ വിശ്വാസവും സ്നേഹവും ദൈവഹിതത്തോടുള്ള കീഴ്പ്പെടലുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ദർശനം ലഭിച്ചത് നേരിട്ടാണ്. എന്നാൽ യൗസേപ്പ് പിതാവിനാകട്ടെ അത് സ്വപ്നത്തിലൂടെയാണ്. സ്വപ്നത്തിലൂടെ തനിക്ക് കിട്ടിയ വെളിപാടിനെ വെറും സ്വപ്നമായി തള്ളിക്കളയാതെ വെളിപാടായി സ്വീകരിക്കാൻ സാധിച്ചു എന്നതാണ് യൗസേപ്പ് പിതാവിനെ മറ്റാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ നിന്നും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് മാലാഖ അരുളിയ വചനം വിശ്വസിച്ചപ്പോൾ എത്രയോ വലിയ സ്ഥാനത്തേക്കാണ് യൗസേപ്പ് പിതാവ് എടുത്തുയർത്തപ്പെട്ടത്. ദൈവപുത്രൻ്റെ വളർത്തുപിതാവ്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷകൻ. ഇന്ന് ആഗോള കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനാണ് യൗസേപ്പ് പിതാവ്. 9 പിയൂസ് പാപ്പ കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനായി യൗസേപ്പ് പിതാവിനെ ഉയർത്തിയതിൻ്റെ 150-ാം വാർഷികത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ തൂലികയിൽ ഒരു അപ്പസ്തോലിക ലേഖനം പിറന്നു. പിതൃഹൃദയത്തോടെ എന്ന ആ രേഖയിൽ ഈശോ തൻ്റെ വളർത്തുപിതാവിനെ എത്രയോ സ്നേഹത്തോടും ആദരവോടും അനുസരണയോടും കൂടിയാണ് ഈ ഭൂമിയിൽ കണ്ടതെന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവിനോടൊത്താണ്, യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണയിലാണ് തിരുക്കുടുംബം ദൈവഹിതം നിറവേറ്റിയത്. ഏതൊരു പിതാവും ഏറ്റവും ആകുലനും ഉത്കണ്ഠാകുലനുമാകുന്ന സമയമാണ് ഭാര്യയുടെ പ്രസവ സമയം. തൻ്റെ ഭാര്യയ്ക്ക് എത്രയും സുരക്ഷിതവും സുഖപ്രദവുമായ ഒരു സ്ഥലം അതിനായി ഒരുക്കുവാൻ അവൻ എന്നും ശ്രദ്ധാലുവായിരിക്കും. പാവം യൗസേപ്പ് പിതാവിനാകട്ടെ ദൈവം തൻ്റെ സംരക്ഷണത്തിലേൽപ്പിച്ച മേരിക്ക് സുഖപ്രദമായി പ്രസവിക്കുവാൻ ഒരു സ്ഥലമൊരുക്കുവാൻ പോലും സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു. എന്നിട്ടും തനിക്ക് കിട്ടിയ പരിമിതമായ സാഹചര്യത്തെ തന്നാലാവും വിധം സുഖപ്രദമായ രീതിയിൽ ഒരുക്കിയെടുക്കുവാൻ ആ തച്ചൻ എത്രയോ ശ്രദ്ധാലുവായിരുന്നു. അവിടെ നിന്നും ദൈവഹിതം വെളിവാക്കപ്പെടുവാൻ, ദൈവപുത്രൻ പിറക്കപ്പെടുവാൻ എല്ലാ അർത്ഥത്തിലും ആ പിതാവ് തന്നെ വിനീതനാക്കി ശുശ്രൂഷ ചെയ്തു. ഉണ്ണീശോയെ ഹെറോദസ് കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്ത ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ ഉത്കണ്ഠയാണ് ഉളവാക്കുന്നത്. രായ്ക്ക് രാമാനം ഈ ഉണ്ണിയെയും കൊണ്ട് രക്ഷപ്പെടുവാനുള്ള മാലാഖായുടെ സന്ദേശം എത്രയോ വിനീത ഭാവത്തോടെയാണ് ആ പിതാവ് ഏറ്റുവാങ്ങിയത്. ദൈവപുത്രനെ ദൈവം വേണമെങ്കിൽ സംരക്ഷിക്കട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ തന്നോടുള്ള ദൈവിക വെളിപാട്, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അതിന് എന്ത് വിലയും കൊടുത്തും അത് പൂർത്തിയാക്കണമെന്നുള്ള യൗസേപ്പ് പിതാവിൻ്റെ ദൃഢനിശ്ചയം. ആ നിശ്ചയമാണ് ഉണ്ണീശോയ്ക്ക് സംരക്ഷണമായി അവിടെ എത്തിയത്. ക്ലേശവും ദുരിതവും ഉത്കണ്ഠയും ഭയവുമെല്ലാം നിറഞ്ഞ ആ യാത്ര ആരെയും പഴിചാരാതെ, ദൈവഹിതത്തെ ചോദ്യം ചെയ്യാതെ
അധികാരികളെ വിമർശിക്കാതെ ഏറ്റവും ശാന്തനായി നയിക്കുവാൻ ആ പിതാവിന് സാധിച്ചത് എത്രയോ ആഴമായ വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾ യോസേപ്പിൻ്റെ പക്കൽ പോകുവിനെന്ന് ഫറവോ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്. ഈജിപ്തിന് ധാന്യം സംഭരിച്ചു വെച്ച് ദാരിദ്ര്യത്തിൽ നിന്നും ആ നാടിനെ രക്ഷിക്കാനുള്ള കാര്യസ്ഥനായി യോസേപ്പ്, പൂർവ്വ യോസേപ്പ് ഉയർന്നു നിൽക്കുന്ന സമയമാണിത്. ഇന്നും സഭ നമ്മോട് പറയുന്നത് നിങ്ങൾ യോസേപ്പിൻ്റെ പക്കൽ പോകുവാനാണ്. അത് സഭയുടെ സംരക്ഷകനായ ഈശ്വര വളർത്തുപിതാവായ നമ്മുടെയൊക്കെ മധ്യസ്ഥനായ കാവലാളായ മാർ യോസേപ്പിൻ്റെ പക്കലേക്കാണ്. സ്നേഹത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, അലിവിൻ്റെ, സഹതാപത്തിൻ്റെ ഒക്കെ കൊടിയ ദാരിദ്ര്യം ഇന്ന് നമ്മെ ഭരിക്കുമ്പോൾ, ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ നമുക്ക് രക്ഷാസങ്കേതം ആകുന്നത് വിശുദ്ധ യോസേപ്പ് പിതാവ് തന്നെയാണ്. ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് നന്മയുടെ വക്താക്കളായി എവിടെയും നന്മ പ്രസരിപ്പിക്കുന്നവരായി മാറുവാൻ ഈ തിരുനാൾ ദിനത്തിൽ യോസേപ്പ് പിതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നില്ലേ? നമുക്കും പോകാം യോസേപ്പ് പിതാവിൻ്റെ പക്കൽ. എത്രയോ സ്നേഹത്തോടെ, വിനയത്തോടെ യോസേപ്പ് പിതാവ് ദൈവഹിതത്തെ പൂർത്തിയാക്കി എന്ന് പഠിക്കുവാൻ, എത്രയോ സ്നേഹത്തോടെ തന്നെ ഏൽപ്പിച്ച പുത്രനെ യോസേപ്പ് പിതാവ് വളർത്തിയെടുത്തു എന്ന് പഠിക്കുവാൻ, എത്രയോ കരുതലോടെ ദൈവം തന്നെ ഏൽപ്പിച്ച മേരിയെ പരിശുദ്ധിയായി നിർമ്മലയായി കാത്തു എന്ന് കാണുവാൻ. അതെ, ഈ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥവും സ്നേഹവും പരിപാലനയും നമ്മോടുകൂടിയും ഉണ്ടാവും. ഏവർക്കും യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൻ്റെ മംഗളങ്ങൾ.